ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വിഷുക്കണി കണ്ടു കേട്ടാ. എൻ്റെ കണി കാണൽ കഴിഞ്ഞു. 5 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണി കാണൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേജുവിനെയും മിൻഷേട്ടനെയും കണി കാണിക്കണം. അപ്പോൾ ഞാൻ വേഗം വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഞാൻ കണി കാണുമ്പോൾ വിളക്ക് കൊളുത്താണ് കേട്ടോ കാണുന്നത്. കാരണം ആരും കത്തിക്കറിയില്ല. അപ്പോൾ ഞാൻ വന്ന് കണി കണ്ടു. ഇനി നമുക്ക് വേഗം തേജുവിനെയും മിൻഷേട്ടനെയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കൊളുത്തി സെറ്റാക്കട്ടെ കേട്ടോ. അതെ ആണ് കേട്ടോ നമ്മുടെ വിഷുക്കണി. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഇതേ നമ്മുടെ വിൻഷേട്ടനെ വിളിച്ചിട്ട് ഇതേ കൊടുന്നു കേട്ടോ. കൈ പിടിച്ചിട്ടുണ്ട്. കണ്ണടച്ചിട്ട് തന്നെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കണ്ണു പൊത്ത് എത്തില്ല. കുറെ എത്തി വലിഞ്ഞ് നോക്കി. അപ്പോൾ വിൻഷേട്ടൻ പറഞ്ഞു ഇവിടെ ഒതുങ്ങിന്നോ, ഞാൻ കണ്ണടച്ചിട്ട് നടന്നോളെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ വിൻഷേട്ടനെ കണി കാണിച്ചു. ഇതേ അവിടെ കൊണ്ടിരുത്തി വിൻഷേട്ടൻ കണി കണ്ടു, തൊഴുത് ഇറങ്ങും. ഇനി നമുക്ക് നമ്മുടെ തേജപ്പനായിട്ട് എനിപ്പിക്കാനുള്ളത്. തേജുവിനെ ഇനി വിൻഷേട്ടൻ എടുത്തു കൊടുന്നോളൂ കേട്ടോ. അടുത്തത് തേജു ആണ് കേട്ടോ. ആദ്യം കണ്ണാ പൊത്തിക്കോ, എന്നിട്ട് വേഗം വലിച്ചെടുത്തോ. കണ്ണു തുറക്കണ്ട കേട്ടാ, കണി കാണാൻ. അച്ചെടുക്കും. തുറക്കരുത് കേട്ടോ. പിന്നെ അവിടെ ഇരിക്കുക. അച്ഛ ഇരുത്തുമ്പോ അവിടെ ഇരിക്കേ. കണ്ണു തുറക്കല്ലേ. നേരെ നോക്ക് കേട്ടോ. എല്ലാതും നോക്ക്. അവിടെ വെച്ചിരിക്കണതൊക്കെ നോക്ക്. കണ്ടോ? എന്തൊക്കെ കണ്ടു പറയും. തൊഴ അമ്പാട്ടിയോട് തൊഴിനി. കമ്മൊട്ടിക്കണ്ടേ? കണി ഇഷ്ടായോ? കണി വെച്ചത് ഇല്ലാതെ ഇഷ്ടായോ? നോട്ട് പോകാം. മഞ്ഞുണ്ടോ കണി ഒരുക്കിയത്? എന്ത് സാമിത് എന്താണേ? ഇത് സാമിയുടെ പൈസ തന്നെയല്ലേ ഇത് ചേട്ടാ? ഇത് സാമിയുടെ പൈസ തന്നെയല്ലേ ഇത്? ഗൈസ്, ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ കണി. എങ്ങനെയുണ്ട്? കുറ്റങ്ങളും ചെറിയ കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ ഈ വീട്ടിലെ കണി. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പോലും വെച്ചിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിനെ നന്നാക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് ഉരുളി വാങ്ങിയതാട്ടോ. ഉരുളിയും തളികയും എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ. ഞാൻ നിറച്ച് പാത്രങ്ങൾ കാണാത്ത രീതിയിൽ നിറച്ച് വെച്ചിരിക്കുകയാണേ. അങ്ങനെ കണി കണ്ടു കഴിഞ്ഞോട് കൂടി തന്നെ അതേ പടക്കം പൊട്ടിക്കലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 5 മണി 5:30 എങ്ങനെയാലും ഒരു 4:45 5 മണിയാകുമ്പോഴേക്കും നമ്മൾ കണിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളവരും എല്ലാവരും ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും പടക്കം പൊട്ടിക്കുന്ന സൗണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ തേജുവിന് വേണ്ട ചെറുകിട ഐറ്റംസ് പൊട്ടിക്കാന്ന് വിചാരിച്ചു. തേജുവിന് ഭയങ്കര പേടിയായിട്ട് പടക്കം. ഇപ്പോഴും അതെ തേജുവിന് ഭയങ്കര പേടിയായിട്ടൊന്നും പൊട്ടിച്ചോളും പൊട്ടില്ല. തേജു എല്ലാവർക്കും വെല്ലുവിളിയായിട്ട് തേജു കത്തിക്കാൻ പോണ്. കിച്ചണിൽ കയറി ഇതാക്കട്ടെ. ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കാണാം. പിന്നെ ഒരു വഴിപാട് എന്ന് പോലെ ഞാനൊരു കമ്പിപ്പൂതിരി എടുത്ത് കത്തിച്ചു കേട്ടോ. ഒരൊറ്റ എണ്ണം തന്നെ. എനിക്കും അതായിട്ട് ഈ പടക്കം പൊട്ടിക്കുക പറഞ്ഞ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ്, വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല. ചെറിയതായിട്ടൊക്കെ ഒന്ന് ഇതാക്കുക തന്നെ ഉള്ളൂ കേട്ടോ. ആക്കി എല്ലാം കഴിഞ്ഞോട്ടോ. ഇനി എല്ലാ പണി എന്ന് പറയുന്നത് എനിക്ക് ഇനി കറി എല്ലാം എല്ലാവരും വെക്കുക. ചെറിയ രീതിക്ക് സദ്യവട്ടം ഒരുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അത് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ വിഷു കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോഴേക്കും അപ്ലോഡ് ചെയ്യാൻ എന്തായാലും പറയുന്നു ഹാപ്പി വിഷു. പിന്നെ എന്താ വെച്ചാൽ ഈ ചോറ് അങ്ങനെ എല്ലാം വെക്കാൻ നോക്കണം. അവരവിടെ പടക്കം പൊടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വേഗം ചോറൊക്കെ വെച്ച് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് കാണാം കേട്ടോ.
നമ്മുടെ ഇവിടെ ഇങ്ങനെ കേട്ടോ എന്തൊരു വിശേഷമുള്ള ദിവസം ഫസ്റ്റ് തേങ്ങ ഉടച്ചിട്ടാട്ടോ തുടങ്ങിയത്. ഞാൻ വിൻഷാടിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ടുള്ളതാട്ടോ വിൻഷാടിൻ്റെ അമ്മ ചെയ്യണത്. അപ്പോൾ ഞാൻ തേങ്ങ കുടച്ച് ഇതൊക്കെ ആക്കി പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചുട്ടോ. ഫസ്റ്റ് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പയറ് വേവിക്കാൻ വെച്ചുട്ടോ. അവിയലിക്കും അവിയലിക്കല്ല ഓലൻ അങ്ങനെയുള്ള ഐറ്റംസിലേക്കൊക്കെ കുറച്ച് പയറുകൾ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പടക്കം പൊട്ടിക്കുന്ന ഏരിയയിലേക്ക് വന്നതാട്ടോ. വിരിച്ചേമ്മ ചെറുതായി കളർ മാറുന്ന പോലെ തോന്നി. അതായത് ഇതിൻ്റെ പൊടിയൊക്കെ വീണിട്ട് ആകെ മൊത്തം വൃത്തികേട്. അപ്പോൾ വിൻഷാട്ടിൻ്റെ റോട്ടിൽ കൊടുത്ത് പൊട്ടിക്കാന്നും പറഞ്ഞിട്ടേ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ പൊട്ടിക്കാട്ടോ ചെയ്തത്. കുറേ നേരം ഇവിടെ നിന്ന് പൊട്ടിച്ചു. ഇവിടെ മൊത്തം പുകച്ചു. എവിടേക്ക്? അമ്പലത്തിക്കാ? ചറ പറയാ പിന്നെ അല്ല നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടാ. നല്ല രസമല്ലേ നേരം വെളുത്ത് വരുന്ന നേരത്തെ കൊടുക്കാൻ. നിങ്ങൾ കത്തിച്ചോട്ടെ ഞാന് പോവാ. ചോറ് വെള്ളം തിളച്ചുണ്ടാവും. അമ്മ പോവല്ലോ ഇവിടെ നിക്ക്. അയ്യോ നീ പോട്ടേട്ടാ. അപ്പൊ ഗൈസ് ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ അതേ കേബേജിലേക്കുള്ളതാട്ടോ. അപ്പം ഇന്ന് ഞാൻ അമ്മ വെക്കണ പോലെ ആട്ടോ വെച്ചത്. നമ്മുടെ തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും അതായത് പച്ചമുളകില്ല അതൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുഴച്ച് വെക്കാട്ടോ ചെയ്തത്. പിന്നെയാണ് ഞാനിങ്ങനെ വറവിട്ടത്. അപ്പോൾ അതേ ഉപ്പേരി ആക്കുന്നുണ്ട്. കുറച്ച് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു സദ്യവട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് ഉപ്പേരി കേട്ടോ. ഉപ്പേരിയായിട്ട് കേബേജ് ഉപ്പേരി, അതായത് നമ്മൾ തോരൻ എന്നൊക്കെ പറയില്ലേ, പല സ്ഥലത്ത് അങ്ങനെ പറയാം കേട്ടോ. പിന്നെ ഇതിൽ ഇത് ഓലനുള്ളതുണ്ട്, പിന്നെ മത്തങ്ങയും പയറും എരിശ്ശേരി, പിന്നെ അതിനുള്ള 1-ാം പാല് 2-ാം പാല് എല്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം നുറുക്കി വെച്ചോണ്ട് തന്നെ രാവിലെ വെക്കാനും എളുപ്പമായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ അതേ ഓലനുള്ളത് ഇതേ കുമ്പളങ്ങ അതേ ഇങ്ങനെ വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ പച്ചമുളകൊക്കെ കീറിയിട്ട് ഇതേ വെച്ചിരിക്കണത്. അപ്പം ഇത് നമ്മുടെ ഓലനുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക പയറ് വേവിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇരിക്കണത്. ഇനി ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് സാമ്പാറും മത്തങ്ങയും പയറും എരിശ്ശേരി വെക്കാറുള്ളൂ കേട്ടോ. ഓലൻ ഉപ്പേരി അവിയലും ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഓലനായിട്ടുണ്ട്. ഇനി ഇതിരിക്കണത് അവിയലായിട്ടുണ്ട്. പിന്നെ ചോറാട്ടോ വാർക്കാൻ വെച്ചിരിക്കണത്. ഇതൊക്കെ ഇടയിലിടയിൽ ഞാൻ പെട്ടെന്ന് തീർത്തു. പിന്നെ എല്ലാ വീഡിയോസും എടുക്കാൻ നിന്നിട്ടില്ലേ. പിന്നെ ഇതേ കാളൻ വെക്കാൻ നോക്കിയതായിരുന്നു. അത് ഇന്നലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും പാത്രങ്ങൾ എനിക്ക് കഴുകാണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ കുക്കിങ്ങിന്റെ കാര്യങ്ങൾ ഒതുങ്ങിയോട് കൂടിയിട്ട് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ അതേ കഴുകി ഇതുണ്ട് കേട്ടോ. ഇത് കുക്കറിലെ കളർ പോകണില്ല. ഞാൻ കുറച്ച് കാപ്പി കുടിച്ചതാ, അതെന്നെ കഴുകാടുവേ. ബാക്കി ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ വെച്ചേക്കണെന്ന്. ആദ്യം അതേ പാളിപ്പോയ കാളൻ കുഴപ്പമില്ല, രസമുണ്ട്. ആ ഒരു പുളിയുള്ള കാരണം രസമുണ്ട് തോന്നുന്നു. പിന്നെ ഇതെവിടെയാണ് ബാക്കി ഐറ്റംസ് ഇത്ര കേട്ടോ. അതെ ചോറ് വാർത്തിട്ട് ഇതേ കമത്തി വെച്ചിട്ടുള്ളൂ. ചോറ്, കേബേജ്, ഓലൻ, സാമ്പാർ ഇളക്കാണ്ട് കേട്ടോ. സാമ്പാർ, പിന്നെ അതേ മത്തങ്ങയും പയറും എരിശ്ശേരി, അവിയല്, ഫോക്കസ് പോയി, അവിയല്. ഇനി ഇവിടെ പപ്പടം കുറച്ചുണ്ട്, പക്ഷെ പപ്പടം കാച്ചണം. പിന്നെ നമ്മുടെ പായസം വെക്കണം. പായസത്തിന് ഞാനെൻ്റെ സേമിയോയും വാങ്ങിയിട്ടുണ്ട്, പാലടർ കിറ്റും വാങ്ങിയിട്ടുണ്ട്. ഏതാച്ചും നോക്കിയിട്ട് വെക്കണം. അത് വന്നിട്ട് അപ്പം നമുക്ക് ഞാൻ കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് എൻ്റെ അവസ്ഥ. മുഖം കഴുകിയത് ഉഷ്ണിച്ചേക്കണതാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടി മേലെ കഴുകണം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇട്ടിട്ട് 3 വട്ടം കുളിച്ചിട്ടുണ്ട്. ഒന്ന് കണി ഒരുക്കണേക്കാൻ മുന്നേ കുളിച്ചു, പിന്നെ അത് രാവിലെ കുളിച്ചു, പിന്നെ ഇത് ഇപ്പോൾ കുളിച്ചു. കണി ഒരുക്കണം തന്നെ പുലർച്ചയോട് കൂടിയിട്ട് നടന്നു കേട്ടോ. അങ്ങനെ 2 കുളി ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കുളി മൊത്തത്തിൽ 3 കുളി ഞാൻ മൊത്തത്തിൽ കുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി കുളിക്കേണ്ടി വരും. ഒന്നുകൂടി കുളിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വിൻചാൻ്റെ വീട്ടിലേക്ക് പോവും. അവിടുന്ന് ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുന്ന് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആവുന്നതോടുകൂടി വീട്ടിലേക്ക് പോകും, എൻ്റെ വീട്ടിൽ പോകും. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഉണ്ടാവുക. അപ്പം എന്തായാലും ഇനി വേഗം പുറപ്പെട്ടിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ കാണാം കേട്ടോ. നമ്മുടെ തേജപ്പം അതേ രസമൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താ
ഒരു മഴക്കാറുണ്ട്. വെയിലത്താണോ മഴ വരുന്നത്? അപ്പോൾ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ സാരി ഉണ്ടല്ലോ, നവ്യ ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ബ്ലൗസൊക്കെ അടിച്ച് കിട്ടിയപ്പോൾ ഞാനിന്ന് വിഷുവിൻ്റെ അന്ന് പുതിയ തന്നെ ഇടാമെന്ന് വിചാരിച്ചാൽ അത് ഇട്ടു കേട്ടോ. വയൽ ഫുള്ള് വെള്ളി വീഴുകയും, കാരണം നമ്മൾ ഈ ലോങ് വീഡിയോയിൽ വോയിസ് കൊടുക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. അപ്പം നമ്മളിത് ഇവിടെ ആദ്യം നമ്മുടെ അടുത്തുള്ള ചെറുക്കൽ അമ്പലത്തിലിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള അമ്പലമില്ലേ, അവിടെ വന്നിട്ടായിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ പോവുക വിൻഷാട്ടിൻ്റെ വീടിൻ്റെ അവിടുത്തെ അമ്പലമാട്ടാ. ഇവിടുന്ന് കുറച്ച് തന്നെ ഉള്ളൂ, 1 കിലോമീറ്റർ തികച്ചുണ്ടോണാവോ ഇൻഷാട്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചിട്ടാണ് എപ്പോഴും പോവാട്ടോ. നമ്മുടെ കക്കാട്ട് മനയൊക്കെ അറിയോ, ആ വഴിയായിട്ട് നമ്മൾ പോവുക. ആ ഒരു ഏരിയയിലാണ് നമ്മുടെ വീടും വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ, മുല്ലക്കൽ അമ്പലത്തിലെത്തി. ഇവിടെയും തൊഴുതിട്ട് നമ്മൾ നേരെ ഇൻഷാട്ടിൻ്റെ വീട്ടിലെത്തിയിട്ട്, അപ്പോൾ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആവുകയെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും എല്ലാവരും ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ പിള്ളേർ പടക്കം പൊട്ടിക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അവിടെ സച്ചുവാണ് മെയിനായിട്ട് പടക്കം പൊട്ടിക്കുന്ന ആള്. കാരണം തേജുവിന് നല്ല പേടിയാണ്, ചേട്ടൻ്റെ പിള്ളേർക്കും നല്ല പേടിയാണ്. ഇത്തിരി ധൈര്യമുള്ളത് സച്ചുവിനാ തോന്നുന്നു പടക്കം പൊട്ടിക്കാൻ. ഇവ എല്ലാ പടക്കം പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് എന്നെ കണ്ടിട്ട് അതിശയമായിട്ട് എനിക്ക് പേടിയാവും ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകണം കാണുമ്പോൾ. ആളെന്തായാലും കൂളായിട്ട് പടക്കമൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ വെച്ച കണിയാണ് കേട്ടോ. പിന്നെ നമ്മളിത് നേരെ ചായ കുടിക്കാൻ നോക്കി. ഇവരൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ഇൻഷാട്ടിനും പിന്നെ അമ്മയ്ക്ക് എന്നെ കഴിക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചേട്ടനും ചേച്ചിയും പെങ്ങളും ഇവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതി പിന്നെ രാവിലെ അമ്പലത്തേക്ക് വന്നാട്ട് ഇവിടേക്ക്. ശ്രുതി അതായത് ഇൻഷാട്ടിൻ്റെ പെങ്ങളേനെ കൊടുത്തേക്കുന്നത് ഞാങ്ങാട്ടിലേക്കാണ് കേട്ടോ. അതായത് ഒക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് എല്ലാവരുടെ വീടും വരണത്. അപ്പോൾ ശ്രുതി ഇതേ അമ്പലത്തേക്ക് വന്നിട്ട് നേരെ ഇവിടെ എല്ലാവരും ഇങ്ങോട്ട് വരുമല്ലോ എന്ന് വെച്ചിട്ട് വിഷു കൈനീട്ടൊക്കെ തരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് ശ്രുതി രാഹുലേട്ടൻ്റെ അവിടേക്കും പോവും, നമ്മൾ നമ്മുടെ അവിടേക്ക് പോവും. ചേച്ചിയും ചേട്ടനും ഉച്ചയാകുമ്പോൾ അങ്ങോട്ടും പോവും കേട്ടോ. അതായത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവേ. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതെല്ലാം വിളമ്പി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ പിള്ളേരുടെ വീഡിയോസ് ഇട്ട്, അതായത് ഞാൻ സച്ചു പടക്കം പൊട്ടിക്കുന്നു പറഞ്ഞല്ലോ, ആൾ അടിപൊളിയായിട്ട് പൊട്ടിക്കും. പക്ഷെ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാൻ പേടിച്ചിട്ടാണ്. കാരണം തീ വെച്ചിട്ടുള്ള കളിയല്ല. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു അതായത് യൂട്യൂബിൽ ഒരു ഇഷ്യൂ വരണ്ട വെച്ചിട്ടാണ്. കാരണം ഓൾറെഡി നമുക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ. അതാണ് കേട്ടോ. കാരണം പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിടണം. കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ അപ്ഡേഷനിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എനിക്കൊരിത് കിട്ടിയോണ്ട് ഞാൻ പറയാം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മൾ പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടുക കേട്ടോ. നമ്മുടെ അറിയാലോ, നമ്മളൊരു ചാനൽ പൊക്കി കൊണ്ടുവരുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാവുന്ന ഇതിൽ നിൽക്കുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, അല്ലാത്തവർക്ക് അറിയില്ല. പക്ഷേ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എത്രയും നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇടുക കേട്ടോ. വീഡിയോസൊക്കെ ഇടുമ്പോൾ മെയിനായിട്ട് പിള്ളേരുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. നമ്മുടെ ഡ്രസ്സിങ്ങിനോ ഇതിനോ പ്രശ്നം വരില്ല ഒരിക്കലും. പക്ഷെ പിള്ളേരുടെ കാര്യത്തിന് പിള്ളേരുടെ ഇടുമ്പോൾ മാത്രം നല്ല ശ്രദ്ധിച്ചിട്ട് ഇടുക. അവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. കാരണം തേജുവിൻ്റെ തന്നെ ഇപ്പം നമുക്ക് ആ ഒരു വീഡിയോ തന്നെ റിമൂവ് ചെയ്ത് പോവാട്ടെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തേജുവിൻ്റെയും ഇൻഷാൻ്റെയും. ജസ്റ്റ് നമ്മൾ അവരുടെ ഒരു എന്താ പറയുക, നമ്മുടെ മക്കളുടെ, നമുക്കത് നമ്മുടെ മക്കളുടെ ഒരു ചെറിയ കുസൃതിയായിട്ട് തോന്നും. പക്ഷേ യൂട്യൂബിനെ സംബന്ധിച്ച് അവർക്കതൊരു വയലേഷൻ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. തേജുവിൻ്റെ ഒരു മിസ്ബിഹേവിയർ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 7 ദിവസം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. വാണിങ്ങും കാര്യങ്ങളൊക്കെ വരും ഉണ്ടാവും. അപ്പോൾ അതേ കൈനീട്ടം കൊടുക്കലായിട്ട് കാണണത്. ഇതിന്റെ ഇടയ്ക്ക് അത് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടോ. എല്ലാവർക്കും കൈനീട്ടം കൊടുത്തോണ്ടിരിക്കുകയാണ്. കുമ്പിട്ടില്ല എനിക്ക് ഓർമ്മയില്ല. ഞാൻ ശ്രുതിക്ക് കൊടുത്തു അച്ഛനടുത്തിട്ട് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ നേരം കൈനീട്ടം കൊടുക്കാനാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അയ്യോ എന്തോരം നേരം എല്ലാവരുടെ കാലിലും കുമ്പിട്ട് കൂട്ടിട്ട് വെയ്യാണ്ടാവും കേട്ടോ. തേജുവിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ്. കൊടുക്കണോക്കെ സച്ച് കൊടുക്കണോക്കെ അവെല്ലാവർക്കും കൊടുത്തു 10. അവെല്ലാവർക്കും കൂടെ കുമ്പിടറാന്ന് എന്നിട്ട് പിന്നെ
പിന്നെ അതേ അമ്മമ്മയ്ക്ക് ഇട്ട് അമ്മമ്മേനെ നമ്മൾ കസാരയിൽ ഇരുത്തി. അമ്മമ്മയ്ക്ക് ഇപ്പോൾ രാവിലെ തന്നെ എനിക്ക് വരുമ്പോഴേ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീരെ വെയ്യാത്തതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളെല്ലാവരും ദേ അമ്മമ്മയ്ക്കും കൈനീട്ടം കൊടുത്തു. പിന്നെ എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ സെഷൻ നടന്നു കേട്ടോ. ഇതിപ്പോൾ പതിവാണ്. ഇപ്പോൾ ആദ്യം ഇവിടെ എല്ലാവരും ഉള്ള കാരണം നമുക്ക് അങ്ങനെ അത് ഉണ്ടായിരുന്നു. കാരണം ഈ വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും കേട്ടോ. പിന്നെ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ സ്പ്ലിറ്റായി വീടൊക്കെ വെച്ച് മാറി. അതായത് ഞാനും വിൻചേട്ടനൊക്കെ വീടൊക്കെ വെച്ച് മാറിയപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാട്ട് ചെയ്യാം. മുന്നേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല, കാരണം എപ്പോഴും കാണല്ലേ. പക്ഷെ ഇപ്പം ഇങ്ങനെ മാറി താമസിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു മെമ്മറീസ് വന്നു തുടങ്ങിയത്. അപ്പോൾ അതേ ഉണ്ണിയോളനെ എല്ലാവരും കൂടി നിർത്തി ഫോട്ടോ എടുത്തോട്ടെ. ഇത് അപ്പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് വിൻചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയാട്ടോ. അതായത് അച്ഛൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ നടുക്ക് നിൽക്കുന്ന രണ്ടാളാണ് വിൻചേട്ടൻ്റെ ചേട്ടൻ്റെ മക്കൾ കേട്ടോ. 2 കുട്ടികളെ ചേട്ടൻ. ഇതാണ് ചേട്ടൻ്റെ അമ്മമ്മേനെ എടുത്ത് കൊടുന്ന് ഇതേ ഫോട്ടോ എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്നിട്ട് തന്നെയായിട്ട് എപ്പോഴും ഫോട്ടോ എടുക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇവിടെ നല്ല വൃത്തിയായിട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ. അങ്ങനെ അതേ പിള്ളേരെ സെറ്റുകളിലൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ അമ്മമ്മേനെയും പിള്ളേരേനെയും വെച്ചിട്ട് എടുക്കുക. പിന്നെ അമ്മയും അച്ഛൻ എല്ലാവരും കൂടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ. പിന്നെ അതേ പിള്ളേർ സെറ്റാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ചെറു പടകൾ കേട്ടോ. നടുക്കിൽ നിൽക്കുന്നത് വിൻചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടി, അവനായിട്ട് ഏറ്റവും മൂത്തത്. പിന്നെ ഈ നടുക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ രാഹുലേട്ടൻ, അതായത് വിൻചേട്ടൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്. അപ്പുറത്ത് പിന്നെ വിൻചേട്ടൻ്റെ ചേട്ടനാട്ടോ. അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് ഇവർ രാഹുലേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ശ്രുതിയും സച്ചു ഇവരൊക്കെ കൂടിയിട്ട് രാഹുലേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ നമ്മളും ഇറങ്ങി കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് വൈകുന്നേരത്ത് എൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും ഉച്ചയ്ക്ക് ശേഷം കേട്ടോ പോവുള്ളൂ ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മളും ഇറങ്ങിയിട്ടാ. നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. വീട്ടിലെത്തിയിട്ട് എനിക്ക് പായസമൊക്കെ വെക്കാണ്ട് കേട്ടോ. ചെറുകിട പണികളുണ്ട്, വലിയ പണികളല്ല, ചെറിയ പണികൾ. അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. വീട്ടിൽ നിന്നല്ല കേട്ടോ, മൊത്തത്തിൽ വെയിലാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വെയിൽ കുറച്ച് കൂടുതലുള്ള പോലെ എപ്പോഴും തോന്നാറുണ്ട്. നേരെ വെയിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കേട്ടോ. പിന്നെ തേജു പൈസയൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ. വിഷു കൈനീട്ടം കിട്ടിയേക്കണത്. എൻ്റെ കൈനീട്ടം എവിടെയെന്നൊക്കെ. പിന്നെ നേരെ കുറച്ച് രേസിട്ടൊന്ന് റൂമിലിരുന്നു കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റാണ്ട് കേട്ടോ, ഒന്നും തോന്നി. പിന്നെ എനിക്ക് തേജുടെ ഷെഡി മാത്രം ഇട്ടിട്ടുള്ളൂ. എന്തായാലും ഡ്രസ് ഇട്ടിട്ട് തേജുവിനെ കാട്ടുള്ളൂ. അപ്പം അങ്ങോട്ട് പോകട്ടെ. അപ്പൊ എന്തായാലും ഇനി പായസം വെക്കാണ്ട് ഒതുങ്ങി നിക്ക്. ഈ പായസം വെക്കാണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. പായസം വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കൂട്ടാം. കുറച്ചു നേരം നല്ല ചൂടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിൻചേട്ടൻ്റെ ചെറിച്ചൻ വന്നിട്ടുണ്ടായിരുന്നത്. ചെറിച്ചതേ ചുമ്മാട്ട വന്നതാണ്. കുറേ നാളായിട്ട് വന്നിട്ട് കെട്ടുനിറക്കി വന്നതായിരുന്നു. അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിച്ചനോട് ചോറിണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പായസം വെക്കാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ ചെറിച്ചൻ പോവാന്നും പറഞ്ഞിട്ട് വേഗം ഇറങ്ങും. അപ്പോൾ വേഗം ഞാൻ പായസം കൂടി വെച്ചു കൂട്ടാ. അപ്പോൾ പാലട വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സേമിയോയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പാലടയ്ക്ക് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതെന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതായി. പിന്നെ എനിക്കുള്ള പണി എന്ന് പറയണത് നമ്മുടെ കണി ഒരുക്കി ഇതൊക്കെ ഒന്ന് എടുത്തേക്കാട്ടോ. വിളക്കൊക്കെ തന്നെ കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചിന് കഴുകി വെക്കണം. പിന്നെ ബാക്കി നമ്മുടെ കണി വെച്ച സാധനങ്ങളൊക്കെ നമ്മുടെ പൂജ ഷെൽഫിൻ്റെ ഉള്ളിൽ ഒതുക്കി കയറ്റി വെക്കുന്നുണ്ട്. കൃഷ്ണനെ ഇനി മുകളിൽ കയറ്റി വെക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിച്ചൻ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഉപദേശിക്കുക മീൻസ് സജഷൻ പറയാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം കണി വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ വെക്കരുത്. അതായത് ഞാൻ തേങ്ങ ഉടച്ചിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ ചോറൊക്കെ വിളമ്പിട്ടോ. അപ്പോൾ ഞാൻ സദ്യ ഒരുക്കിയത് കാണിച്ചു തരാം കേട്ടോ. ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഉപ്പേരി ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു, പിന്നെ ഓലൻ, കാളൻ, പിന്നെ എന്നിട്ട് പായൽ വരുന്നില്ല, സാമ്പാർ, അങ്ങനെ ഒരുവിധ ഐറ്റംസൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യ എങ്ങനെയുണ്ട്? സൂര്യ ഉണ്ടാക്കിയത് അടിപൊളിയല്ലേ? ഇഷ്ടായോ? വെരി ഗുഡ്. അവളോട് പറയേ വെരി ഗുഡ്. സൂപ്പർ അല്ലേ ഫുഡ്? നിന്റെ ചെറുച്ചനായിട്ടോ പായസം വേണ്ടപ്പോ നമ്മുടെ ചങ്കാണ്. നമ്മുടെ ചങ്കാണ് ചെറുച്ചൻ. ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ ഒരുപാട് സിനിമ കൊണ്ടായിട്ടുള്ള ആളാ ചെറുച്ചൻ. ഫുഡും അതെ. ചെറുപ്പത്തിൽ ചെറുച്ചനാണ് ഇങ്ങനെ പണിക്ക് പോയി എന്നിട്ട് മീനും സിനിമയ്ക്ക് കൊണ്ടുപോയി ചെറുച്ചനെ കൂടുതൽ കാര്യമായിട്ട് പറഞ്ഞ കുറച്ച് പായസം കുടിക്കേ. സൂര്യ സ്നേഹത്തോടെ ഉണ്ടാക്കിയെന്ന പായസല്ലേ ആ വെള്ളത്തിൽ ഒഴിക്കണത്? ഷുഗർ ഒന്നുമില്ല, ചെറിയ ഹെൽത്തി കൂട്ടറാണ്. പണ്ടത്തെ ഹെൽത്തി കൂട്ടനാ. ചെറുച്ചൻ പണ്ട് മൾട്ടിയായിരുന്നു, കട്ടായിരുന്നു അല്ലേ ചെറുച്ചാ ബോഡി.
ചെറിച്ച യൂണിയനിലായിരുന്നേ, മണാലി അതിന്റെ പരിപാടിയായിരുന്നു. സൂപ്പറല്ലേ? എന്തൊരു കുറ്റം പറയാലോ ചെറിച്ച കാള കഴിച്ചിട്ടില്ലല്ലോ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? തേജു എന്താ പറയാനുള്ളത്? ഹാപ്പി വിഷു പറയും. വിഷു ആ ചെറിച്ചന്റെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ചെറിച്ചായൊക്കെ ഇമോഷണൽ ആയി പോയിട്ടോ. വിൻചേട്ടൻ ഇങ്ങനെ ചെറിച്ചനെ വിചാരിച്ച അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ചെറിച്ചന്റെ കണ്ണിന്നൊക്കെ വെള്ളങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കളിയൊക്കെ കിടന്നേ. പിന്നെ വിൻചേട്ടത് പായസം പപ്പടമൊക്കെ കൂട്ടി കഴിച്ച് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തോട്ടോ. 2:30-3 മണിയൊക്കെ ആകുമ്പോഴാട്ടാ ചെറിച്ചനെ വിൻചേട്ടൻ വീട്ടിലേക്കാക്കി കൊടുക്കാൻ പോവാണ്. ചെറിച്ചന് വിൻചേട്ടൻ്റെ വീട്ടിലേക്കായിട്ട് പോണത്. അപ്പം അങ്ങടാക്കി എന്നാൽ മതി, അമ്മമ്മേനെ കാണാനാ പറഞ്ഞപ്പോൾ അങ്ങടാക്കി കൊടുത്തു. പിന്നെ നമ്മളൊരു 5 മണി കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി വന്നേ. പിന്നെ 5 മണിക്ക് എണ്ണിട്ട് നമ്മളിത് എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ അതിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വിൻചേട്ടനാണെങ്കിൽ പുതിയ ഡ്രസ്സ് എടുത്തത് ഇങ്ങനെ കാണിച്ചു തരാണ്. പുള്ളി ഷർട്ട്, അതായത് ഞാൻ പറയാം 2K കിഡ്സിൻ്റെ ഒപ്പം നിൽക്കാൻ കഷ്ടപ്പെടുകയാണ് നമ്മുടെ വിൻചേട്ടൻ. അങ്ങനെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതേ വാരി പൊത്തി നമ്മളിനി പോവാട്ടോ. നല്ല വെയിലാണ്. ഞാൻ എന്ത് ഈ നല്ല വെയിൽ എന്ന് എപ്പോഴും പറയണത് തോന്നരുത്, കാരണം സഹിക്കാൻ പറ്റണില്ല വെയിൽ. റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാലേ നമുക്ക് സമാധാനമുള്ളൂ. പുറത്തേക്കൊക്കെ ഇറങ്ങിയാണ്ടല്ലോ ചൂട് സഹിക്കാൻ പറ്റണില്ല കേട്ടാ. അത്രയും നമ്മൾ സമ്മതിക്കാൻ കേട്ടോ. നമ്മൾ ഈ വെയിലത്ത് ഇപ്പം എൻ്റെ അച്ഛനായാലും മിൻചേട്ടൻ്റെ അച്ഛനായാലും എല്ലാവരും നല്ല പൊരി വെയിലത്ത് പണിയെടുക്കണവരാ. അവരുടെ അവസ്ഥയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം എളുപ്പമല്ല, എന്തായാലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് പാലക്കാട് കുറച്ച് ചൂട് കൂടുതലാണോ എന്നൊരു സംശയം ഇല്ലാതില്ലേ. അങ്ങനെ നമ്മൾ ഇതേ വീട്ടിലെത്തിയിട്ടാ ഒരു 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. 10-20 മിനിറ്റ് ബൈക്കുമ്മൊക്കെ വരാച്ച എൻ്റെ വീട്ടിലേക്ക് ദൂരം ഉണ്ട് കേട്ടോ. കിലോമീറ്റർ പറയാച്ചാൽ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടാ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതേ രാധമ്മായി ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ കുഞ്ഞിച്ചക്കനെ കാണാനേ. രാധമ്മായി, രകേശ് ബാപ്പനും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മാളുവിൻ്റെ അമ്മായിയാണ് കേട്ടോ. അപ്പം അതേ കുഞ്ഞിച്ചക്കൻ അപ്പിട്ടിട്ട് ഇതേ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ വിൻചേട്ടൻ്റെ അടുത്ത് എന്തോ ഇങ്ങനെ തിളങ്ങിയുണ്ടല്ലോ, എന്താ തേച്ചേക്കണമെന്നൊക്കെ അമ്മായി ഇന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതേ അമ്മായി നമ്മുടെ വൈബാട്ടോ രാധമ്മായി. ഞങ്ങളുടെ വൈബിനനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാത്തിനും ഇങ്ങനെ നിൽക്കണ ആളാണ് കേട്ടോ അമ്മായി. അപ്പോൾ എല്ലാവരുമായിട്ട് അമ്മായി നല്ല കമ്പനിയാണ്. അതായത് ഫ്രണ്ട്സ് പോലെ. അത് ഇവിടെ ഇപ്പം എൻ്റെ എല്ലാവരും കേട്ടോ, ഇവിടെ നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് പോലെ ആയിട്ട് അമ്മായിമാരൊക്കെ അവരുടെ അടുത്ത്. വിൻചേട്ടൻ്റെ അടുത്തായാലും വിൻചേട്ടനും അതെ കേട്ടോ. അപ്പം അമ്മായി എന്ന് വെച്ചിട്ടുള്ള ഒരു റെസ്പെക്റ്റും കൊടുക്കില്ല. അതായത് ഇങ്ങനെ ഫ്രണ്ട്സ് പോലെ ഉണ്ടാവില്ല, അതേപോലെ ആവൂട്ടാ. അപ്പം അതേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തേജപ്പതേ കുഞ്ചക്കൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ലഹള കേട്ടപ്പോഴേക്കും നമ്മുടെ നിത്താരക്കുട്ടി ഇതേ സുന്ദരി മണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടി നല്ല ചുള്ളപ്പിയായിട്ടാണ് വന്നേക്കടുത്ത്. ഞങ്ങളിങ്ങനെ പറയേണ്ടത് നല്ല ഭംഗിയായിണ്ടല്ലോ കണ്ണൊക്കെ എഴുതിയത് പറഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായിക്കണു പുള്ളിക്കാരത്തേക്ക്. ആളുകളെ കണ്ടപ്പോഴേക്കും അങ്ങോട്ട് ചിരിച്ച് ഭയങ്കര ഞങ്ങൾ പറയണേ ചിരിച്ച് മയക്കുള്ള ആൾക്കാരല്ലേന്ന്. ഒരു ചിരിയുണ്ട്, ഒരു സ്പെഷ്യൽ ചിരിയുണ്ട് ആൾക്കാർ. നല്ല രസമായിട്ടാണ് കാണാൻ. അങ്ങനെ എല്ലാവരും അതായിട്ട് കണ്ണെഴുതി ഇപ്പം നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്നായി ആസ്വദിച്ചിരിക്കുന്നുണ്ട് കുട്ടി എന്തായാലും. പിന്നെ ഇതേ ഞാനും തേജും മിൻഷാട്ടും കൂടിയിട്ട് നമ്മുടെ കുഞ്ഞച്ചക്കനൊക്കെ ഇതേ കൈനീട്ടം കൊടുക്കാട്ടെ നിത്താരക്കുട്ടിക്ക് കൊടുത്തപ്പോൾ നിത്താരക്കുട്ടിക്ക് അറിയേണ്ട പ്രായമായില്ലോ. ആളതിങ്ങനെ പിടിച്ചിരിക്കണ്ടേ. നമ്മുടെ കുഞ്ഞച്ചക്കനാണെങ്കിൽ കൊടുക്കണ പൈസ ഒന്നും വാങ്ങണമെന്നില്ല കേട്ടോ. കൈ ഇങ്ങോട്ട് അങ്ങോട്ട് ഇടും. അപ്പോൾ ആര് പറയണ്ട എല്ലാവരുടെയൊന്നും അതേ വാങ്ങണില്ല, ഇങ്ങനെ അങ്ങോട്ട് നിലത്തിടുകയാണ് എന്നൊക്കെ പറയാട്ടോ. അപ്പം ഞങ്ങൾ ഇതേ ആരുടെ കൊടുത്തുവിട്ടാ. പിന്നെ ഉന്നുള്ള കയ്യിൽ അങ്ങനെ പൈസ കൊടുക്കാനും പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു ചടങ്ങിന് വേണ്ടി വെറുതെ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തൊന്നും മാത്രമേ. പിന്നെ നമ്മുടെ തേജുവിന് അതേട്ടോ, തേജുവിന് കിട്ടിയ കൈനീട്ടമൊക്കെ തേജു ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട്. വിൻചേട്ടൻ കാണാണ്ട് എൻ്റെ കൊണ്ടുവരും. അമ്മ അത് എടുത്തേക്കണം കേട്ടോ, ഓക്കെ കുടുക്കയിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ തരുന്നുണ്ടായിരുന്നത്. അപ്പോൾ തേജുവിൻ്റെ വകയുള്ള കൈനീട്ടാണ് കേട്ടോ ഉണ്ണിയുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് അമ്മ ഉണ്ണി എൻ്റെ നിന്ന് പൈസ വാങ്ങി, കാരണം തേജു കൊടുത്ത പൈസ കറക്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ താരക്കുട്ടീനെ ഉള്ള അപ്പൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഉമ്മയൊക്കെ കൊടുത്ത് ആളിതേ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചേരം ഉമ്മർത്തൊക്കെ പോയിരുന്നു. ഇനിയിപ്പോൾ തേജുവിന് ഇതേ ഇവിടെ അച്ഛനും അമ്മയും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. തേജു അമ്മയ്ക്ക് കൊണ്ട് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. തേജുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മളവിടെ വെറ്റിലല്ലേ അമ്മ എല്ലാവർക്കും കൊടുത്തത്, ഇവിടെ എന്താ വെറ്റില വേണ്ടേ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വൈകുന്നേരം ആയില്ലേ സാരില്ല, രാവിലെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ അങ്ങോട്ട് ഒതുക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിത്താരക്കുട്ടി വീണ്ടും വന്നിട്ട് അങ്ങോട്ട് പോയി ആളായിരുന്നു. ഇടയിൽ ഇത് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞിച്ചക്കൻ ഇങ്ങനെ ഉറക്കണ പോലെ ആട്ടില്ല. അത് കാണുമ്പോൾ 36 ഉണ്ടല്ലോ, ആ കുഞ്ഞൊരു പില്ലോ കണ്ടില്ല, പില്ലോ മടിയിൽ വെച്ചിട്ട് ഓ പറഞ്ഞിട്ട് ഞാൻ ആക്കണ പോലെ ഇരുന്ന് കാലൊക്കെ ചമ്മറം പടിഞ്ഞ് വെച്ചിട്ട് ഭയങ്കര ആക്ഷൻ ആയിരുന്നു കേട്ടാ. ഞാൻ വേറെ ഒന്നുമല്ല കേട്ടോ ഉണ്ണിയുടെ വോയിസ് കൊടുക്കാത്ത. ഇനി അതൊരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ വീഡിയോയിൽ കൂടുതലും പിള്ളേർ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ അതൊരു ഇഷ്യൂ ആവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം വോയിസ് ഓവർ കൊടുക്കണത് കേട്ടാ. കാരണം എന്തായാലും
നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ നല്ല ശ്രദ്ധിച്ചിടുക കേട്ടോ. ഇടുന്നവരുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിച്ചിടേ. പിന്നെ നമ്മുടെ തേജുവിന് ഇതേ നിതാരക്കുട്ടീനെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കളിക്കേണ്ട പ്രായമല്ലോ ഒപ്പം ഇരുന്നിട്ട്. അപ്പോൾ അവൾ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദർശ് ഇതേ ഫ്രൂട്ട് സലാഡ് നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ചു കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല ആശ്വാസമാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ തേജപ്പനും ഇതേ കുറച്ച് കൊണ്ടുകൊടുത്തു. പിന്നെ അത് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് ഇതോരോ പാത്രത്തിലാക്കിയിട്ട് എല്ലാവരെയും കൊണ്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. പിൻഷേട്ടനുള്ളതും തേജുവിനുള്ളതും എനിക്കുള്ളത് ഓൾറെഡി റൂമിൽ ഞാൻ ഇരിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് എപ്പോഴും ഒപ്പിച്ച് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല അവൻ ഇത് ഉണ്ടാക്കണത്. പക്ഷെ കൊടുന്ന് വരുമ്പോഴാണ് കാണണത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വിൻഷേട്ടനും ഇരുന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ കുറച്ച് തേജുൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിക്കുന്നുണ്ട്. പിന്നെ അതേ പടക്കം പൊട്ടിക്കേണ്ട തിരക്കിലാട്ടോ. നമ്മുടെ തേജു ഇതേ അച്ചച്ചൻ്റെ കവർ, ഇത് കഴിഞ്ഞ വർഷത്തെ പടക്കാട്ടോ, അത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കത്തുന്നുണ്ട്. പിന്നെ വിൻഷേട്ടൻ പറഞ്ഞു വേറെ കുറച്ചും കൂടി വാങ്ങാം, ഇത് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടാവും, ഇത്ര ഏയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരത് വാങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ചില കമ്പിപ്പുത്തിരിക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കത്തിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞാൽ വാങ്ങാം, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ, അതായത് ഇപ്പോൾ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ, അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടായിട്ടിരിക്കണത്. അങ്ങനെ ഇതേ തേജും വിൻഷേട്ടനും നമ്മുടെ ആദർശം കൂടിയിട്ടാട്ടോ പടക്കം വാങ്ങാൻ പോണത്. അപ്പോൾ ഇവർ നമ്മുടെ ഇവിടേക്ക് പാർലിക്കാട് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാട്ടോ പോണത്. അപ്പോൾ വിൻഷേട്ടനെ ഞാൻ കളിയാക്കി കൊണ്ടിരിക്കട്ടോ. കാരണം നിങ്ങൾക്ക് ചിരി വരിക, വിൻഷേട്ടൻ സ്കൂട്ടിയുമ്പോൾ കയറിയിട്ടിരിക്കുമ്പോൾ എനിക്ക് വിൻഷേട്ടൻ സത്യം പറഞ്ഞ ബുള്ളറ്റ് ചേരുള്ളൂ കേട്ടോ. കാരണം വിൻഷേട്ടൻ്റെ സൈസിന് സ്കൂട്ടി ഒന്നും ഒട്ടും ചേരില്ല. ഒരു കാലൊക്കെ ദേ റോട്ടിൽ കൂടെ അഴിഞ്ഞു പോകേണ്ടി വരും കേട്ടോ. പിന്നെ ദേ അമ്മ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വിഷുക്കട്ട ഉണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാനേക്ക് ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന എന്തായാലും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കഴിക്കാച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ വെറുത്തിരുന്ന് കഴിക്കാൻ. പക്ഷെ രാവിലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കണം ശരിക്കും ചോറിൻ്റെ കൂടെ, ആ ഒരു സൈഡായിട്ട് ഇങ്ങനെ വെക്കാനേ. പക്ഷെ രാത്രിക്കൊക്കെ ചെറുതായിട്ടൊന്ന് കേടായി വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. തേങ്ങ ഇട്ടിട്ടല്ല, അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. എന്നാൽ ഫുള്ളായിട്ട് കേടായിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും കേട്ടോ. പിന്നെ അതേ ഇതിന് ചെവിട് കൊത്തിന് ഇവര് നമ്മുടെ ഇത് വാങ്ങാൻ പോയിണ്ടായിരുന്നല്ലോ പടക്കമൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ ഓരോന്നായിട്ട് കത്തിച്ച് കാണിക്കുന്നുണ്ട്. അച്ഛനും അതേട്ടാ പടക്കം പൊട്ടിക്കാൻ വലിയ ഇതൊന്നും ഇല്ല. അച്ഛൻ ചെറുകിട ഐറ്റംസ് ഒക്കെ തന്നെ അച്ഛൻ പൊട്ടിക്കുള്ളൂ. അപ്പോൾ മറ്റേ ഗുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദർശനോട് പൊട്ടിക്കാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചേക്കാട്ടെ. ഇത് മറ്റേ എന്താ പറയുക മേശപ്പൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇതിൽ പടക്കം പൊട്ടിക്കുന്ന ക്ലിപ്പോൾ തന്നെ ആയിരിക്കും കേട്ടോ. തേജുവിന് പിന്നെ കുറച്ചൊക്കെ പേടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മതേ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുന്നു കേട്ടോ. കാരണം വിഷുക്കട്ടൊക്കെ കഴിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇത് കഴിച്ചോന്നും പറഞ്ഞിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുന്നേ. അപ്പൊ സൈഡിൽ കൂടെ ഞാൻ അതിരുന്ന് കുടിക്കുന്നുണ്ട്. ഞാനും അതേട്ടാ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പടക്കം പൊട്ടിക്കുക അങ്ങനത്തോടെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പൊട്ടിക്കണിരുന്ന് കാണും എന്നുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ പൊട്ടിക്കുക അങ്ങനത്തോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടാ. ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ലേ. നമ്മുടെ തേജുവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആളൊന്നും പൊട്ടിക്കൂല, ഭയങ്കര പേടിയാണ് കേട്ടോ. ഇങ്ങനെ ചെവിടും പൊത്തി നിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കേട്ടാ പോണത്. അതായത് അച്ഛൻ്റെ അച്ഛല് തറവാട്ടിക്ക് അവിടേക്കാണ് പോണത്, അച്ഛന് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛന് കൈനീട്ടം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ അവിടെ കൈനീട്ടം കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് മാളൂൻ്റെ വീട്ടിലേക്കാട്ടാ. പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. വിഷുവിൻ്റെ തലേന്നും ഓണത്തിനൊക്കെ നമ്മുടെ ഇവിടെ എൻ്റെ ഇവിടെ പരിപാടികളൊക്കെ നടക്കൂട്ടെ അങ്ങനെ ക്ലബ്ബുകാരായിട്ട്. അപ്പം അങ്ങോട്ടും പോകണം. അപ്പം അതിന് മുന്നേ നമ്മൾ മാളൂൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവിടെ പാപ്പ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ബീഫൊക്കെ വെച്ചിട്ടുണ്ട് വായോന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അതേ നല്ല അടിപൊളി പടക്കങ്ങൾ പാപ്പ എത്ര 15,000-18,000 രൂപയ്ക്ക് അങ്ങാണ്ടോ പടക്കം വാങ്ങിയേക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് അതിശയം, കാരണം അത്ര വലിയ വലിയ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കേട്ടോ അവിടെ ദേവൂട്ടനാണ് മെയിൻ കേട്ടോ. അപ്പോൾ അതേ ഇവിടെ പടക്കം പൊട്ടിക്കണ്ടോ ഇതൊക്കെ ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ്. നമ്മൾ പൂരത്തിന് പൊട്ടിക്കണത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് സിമ്പിളായിട്ടാണ് പൊട്ടിക്കണത് പിള്ളേർക്കൊക്കെ. അങ്ങനെ കുറേ നേരം അത് നിന്ന് കണ്ടു. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, മാളും അച്ഛനും അതും അമ്മമ്മയും എല്ലാവരും അമ്മായിമാരൊക്കെ ഉണ്ട്. അവിടെ ജയശ്രീമായി ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ആദൂൻ്റെ അച്ഛൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മായി വ്യത്യാസം വരുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ചൂടെടുത്തിട്ടാണ് ഞാനീ നിൽക്കുന്നത്. ഞാൻ നിങ്ങൾ എന്താ ഇടയ്ക്ക് ചൂടെടുക്കണു ഉഷ്ണിക്കണു എന്ന് പറയുന്നത് തോന്നരുത്. കാരണം എനിക്ക് ഒന്നാമത്
ഉഷ്ണത്തിൻ്റെ അസുഖമുള്ള ആളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പെട്ടെന്ന് ഉഷ്ണിക്കും. നമ്മുടെ തേജും അതേപോലെ, ഞാനും തേജും ഒരേപോലെ ഞങ്ങൾ നല്ല ഉഷ്ണിക്കും കേട്ടോ. രാധമായിനാണെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് നടന്നു കേട്ടോ പടക്കം പൊട്ടിക്കുക. പിന്നെ അമ്മായി പടക്കം നിലത്ത് വെക്കുന്നുണ്ട്. ഞങ്ങളുടെ മറ്റേ കറങ്ങണ തലച്ചക്രില്ലേ, അത് കയ്യിലൊക്കെ പിടിച്ചിട്ടാട്ടോ കത്തിക്കണത്. ഞങ്ങൾക്ക് കാണുമ്പോൾ നല്ല വെടി, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇതിൽ കത്തിക്കുണ്ടായിരുന്നേ. പിന്നെ അതേ കുറേ നേരം ഇരുന്ന് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അറിയാലോ, ചിരിയും കളിയായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇതേ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ നോക്കുക കേട്ടോ. അമ്മായി ഇതേ സുമ്മ ഇതേ ഏലൊക്കെ വിളമ്പി എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ സദ്യയും കാര്യങ്ങളുണ്ട്, രാത്രിത്തേക്ക് നോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ സദ്യവട്ടങ്ങളും ഉണ്ടായിരുന്നു. മെയിനായിട്ട് ബീഫ് കേട്ടോ. ബീഫാണ് ഇവിടെ എല്ലാവർക്കും. മേമ വെക്കണ ബീഫ് ചട്ടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ വിൻചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ മേമ വെക്കണ ബീഫ്. വിൻചേട്ടനായാലും ആദർശനായാലും ഭയങ്കര ഇഷ്ടപ്പെടെ വെച്ചാലോ അതേട്ടാ മേമ അങ്ങോട്ട് വീട്ടിലേക്ക് തന്നയക്കാറുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടേ നല്ല അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും അതേട്ടയ്ക്ക് കൂടുതൽ ചിക്കനായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചിക്കനാണ് കൂട്ടിയത്, ഞാനും തേജൊക്കെ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതേ വട്ടട്ടിരുന്ന് എല്ലാവരും കൂടിയിട്ട് വട്ടട്ടിരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മുടെ അമറുവിൻ്റെ കൈമ ചെറുതായിട്ട് എന്തോ ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ എന്തോ ഇന്നലെ പിന്നെ ഞാൻ അങ്ങോട്ട് ആയിണ്ടായിരുന്നു അത്ര. അപ്പം അമ്മായി ഇതേ അവന് ചോറ് വാരി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തേജ് കൂട്ടിയിരുന്ന് കളിയാക്കുക, ഇത്ര വലിയ ചെക്കനായിട്ട് ചോറൊക്കെ വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തേജ് ഡയലോഗ് കളിക്കുന്നുണ്ട് ഇടയിൽ കൂടെ. പിന്നെ ഞാൻ എല്ലാവരും കൂടിയിട്ട് ഇതേ ഫോട്ടോ എടുക്കാതിരിക്കാം കേട്ടോ. എല്ലാവരും ഇല്ല കേട്ടോ, നമ്മളുള്ളവർ വെച്ചിട്ടാണ് എടുക്കണത്. കാരണം നമ്മുടെ ഇവിടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട് നമുക്ക് ഫാമിലിയിൽ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ അവിടെ നിന്ന്, അതായത് നമ്മുടെ നേരെ അപ്പുറത്ത് തന്നെയായിട്ട് നടക്കണത്. പിന്നെ അച്ചും ആളും ആകും അവരൊക്കെ ഇതേ അവരുടെ സ്കൂട്ടിയുമേ വന്നു. പിന്നെ ആദർശ് അമ്മായി അവരൊക്കെ ഇതേ ബൈക്കുമ്പോൾ ഫ്രണ്ടിൽ പോയി, ഞാനും ഇൻഷാട്ടിനും ഇതേ ബാക്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം പരിപാടി നടക്കണോടത്ത്. ആദ്യം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡ് റോഡ് സൈഡ് തന്നെയാണ് പരിപാടി നടക്കാറ്. പക്ഷെ ഇത് കുറച്ച് ഉള്ളിക്കായിട്ട് നല്ല ഭംഗിയിൽ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ അവർ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡാൻസുകളും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നാട്ടിലത്തെ പിള്ളേർ ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. 5-6 കൊല്ലം മുന്നേയൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ മുന്നേ ഞാനൊക്കെ ഇതുപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ എല്ലാവരും കൂടിയിട്ടാ പരിപാടി, എല്ലാവരും നാട്ടിലത്തെ പിള്ളേരിനെ അങ്ങനെ കളിക്കാറ് കേട്ടോ. ഇപ്രാവശ്യം പുറത്തുനിന്നൊക്കെ കുറേ ടീമുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേർക്ക് സ്റ്റേജ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ കളിക്കാൻ. എവിടെയെങ്കിലും ഒരു മുക്ക് കിട്ടിയാൽ മതി, അവരുടെ രീതിയിൽ നിന്ന് കളിച്ചോളി. പിന്നെ നമ്മുടെ തേജും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഇതേ കുറേ പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു 20 മിനിറ്റിന്റെ കില്ലി അങ്ങനത്തെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ തേജുവിനെ കിരണിന്റെ നിഴല് കണ്ട തേജു കണ്ടുപിടിക്കട്ടോ. കിരമാമ എന്ന് വിളിച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ. കിരൺ കേൾക്കണില്ല, പക്ഷെ ഞാൻ ഫോൺ വിളിച്ചു എന്നെ വിളിക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പതേ കിരണിനും വന്നിട്ടുണ്ടായിരുന്നു. കിരണിനും കൂടി ആയപ്പോൾ പിന്നെ ഫുൾ ഫില്ലായിട്ടാ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ ഇരുന്ന് പരിപാടി കാണുന്നുണ്ട്. പിന്നെ കുറേ നേരം തേജുവിന് പിന്നെ കിരണ് കിട്ടിക്കഴിഞ്ഞാൽ കിരൺ എങ്ങനെയാ വെച്ചാൽ പിള്ളേരുടെ കൂടെ അങ്ങനെ കളിക്കാൻ നിൽക്കുന്നത് നല്ല ഇഷ്ടവനേ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ചേച്ചിമാരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു. ഞാനൊക്കെ ചെറുതിലേ ഉള്ളപ്പോൾ കാണുന്ന ചേച്ചിമാരാണ്. ഞാൻ പറയാം ഈ ചേച്ചിമാർക്കൊന്നും പ്രായമാവണില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കാരണം അന്നത്തെ അതേ പ്രായത്തിലാണ് അവരിപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ അതേ കുറേ നേരം അവരുടെയൊക്കെ കളി കണ്ട് നമ്മളിതേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടോ. അതായത് 10-11 മണിക്ക് ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേജും മാളും കൂടി നല്ല അടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാളും ഇത് ഇവിടെ നിന്നിട്ട് ചേച്ചി നമുക്ക് ഇവിടുന്ന് 2 സ്റ്റെപ്പ് ഇട്ടാലോ, നമുക്ക് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പോട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയതായിരുന്നു. പക്ഷേ ടൈമില്ല. അപ്പോൾ പിന്നെ വിൻചേട്ടൻ പറഞ്ഞു വേറൊരു ദിവസം എടുക്കാടി എന്നും പറഞ്ഞിട്ട് നമ്മളിത് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു എനിക്ക് ആകെ വിഷമമായിട്ട്, കാരണം നമ്മൾ വീട്ടിലെത്തി നമ്മൾ വീട്ടിലേക്ക് തന്നെ, അതായത് നമ്മുടെ ചാത്തനൂർക്ക് തിരിച്ചു പോരുട്ടാ. ഒന്നാമത് വിൻഷേട്ടിന് നാളെ വർക്കുണ്ട്. അത് വേറെ കാര്യം. വർക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോരാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇവിടെ നോൽമ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ പാമ്പുംകളം നമ്മുടെ തറവാട്ടമ്പലത്തിൽ കളം നടക്കണ കാരണം നോൽമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ ഇവിടെ അമ്പലത്തിലിട്ടോ തുള്ളണതാണ്. അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ തന്നെ നോൽമ്പ് തുടങ്ങുകയെ. അതുകൊണ്ട് എൻ്റെ ആണെങ്കിൽ പീരീഡ്സിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആയ പോലെയൊക്കെ തോന്നിയപ്പോൾ ഞങ്ങൾ പോകുന്നു. ഇനിയിപ്പോൾ അങ്ങനെ രാത്രി എങ്ങാനും കിടന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വീണ്ടും അമ്മ മുക്കിത്താത്തി. ഓൾറെഡി അമ്മ എല്ലാം മുക്കിത്താത്തി ക്ലീനാക്കി തളിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് വീട്. ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ. ശരിക്കും വിഷു കഴിഞ്ഞിട്ടാണ് നോൽമ്പ് തുടങ്ങാറുള്ളൂ. പക്ഷെ ഇവിടെ അച്ഛൻ തുള്ളണ കാരണമൊക്കെ അച്ഛൻ കുറച്ച് നേരത്തെ തന്നെ നോൽമ്പ് തുടങ്ങും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോരാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ രാത്രി ഇങ്ങോട്ട് പോന്നു. അപ്പം തേജു ആദ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തേജു ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇതേ ഇറങ്ങിയിട്ടാ. അപ്പം ആദർശിച്ചാ അതെന്തോ ഹക്ക് കേട്ടോ. അതായത് അമ്മ പിറ്റേ ദിവസം മസാല ദോശ
ഉണ്ടാക്കാൻ വേണ്ടി മസാലയ്ക്ക് അരിയിലും മാവൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാവും കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നയച്ചോട്ട് അവിടെ പോയി വെച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്താക്കി തന്നിട്ട് നമ്മളിത് അവിടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് രാത്രി തന്നെ ഇറങ്ങിയിട്ട് അതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ നമ്മൾ തിരിച്ച് പോരുന്നുള്ളത്. പിന്നെ കളി കണ്ടിട്ട് അവിടെ പരിപാടി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് അമ്മോട് നിന്ന് വർത്താനം പറയട്ടോ ആൾക്കാർ. വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടല്ലേ വിഷുവിന് പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരുന്നത്. സാധാരണ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെ വരാറുള്ളൂ. അന്ന് തന്നെ വരലില്ല. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയൊരു ഫീൽ തോന്നിയില്ല കേട്ടോ. കാരണം വീട്ടിലെത്തി കുറച്ച് നേരം ഇരുന്നു, പിന്നെ നമ്മൾ തറവാട്ടിക്കും അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ പരിപാടി കണ്ടു, വീട്ടിലെത്തി ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഉണ്ടായത് പ്രാവശ്യം. അതുകൊണ്ട് പ്രാവശ്യത്തെ ഒരു വിഷുവിന് പോയൊരു ഫീൽ അധികം ഇല്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കാരണം 26-ാം തീയതി അവിടെ പാമ്പും കളം എന്നൊക്കെ പറയും. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ കളം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ലാസ്റ്റത്തെ സമയത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ 1-2 ദിവസമൊക്കെ നിൽക്കൂട്ടാ. അപ്പോൾ പോകാമെന്നാണ് ഇനി വിചാരിക്കുന്നത്. പിന്നെ വിൻഷാട്ടിന് നാളെ വർക്കുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ പോരണം. പിന്നെ ഇതെല്ലാം കൂടി ആയപ്പോൾ പിന്നെ അങ്ങോട്ട് പോരണതായിരിക്കും തോന്നി. അതുകൊണ്ട് ഞങ്ങൾ പോന്നു. എൻ്റെ ക്യാമറയുടെ അവിടെ സ്ക്രാച്ച് വന്നിട്ടുണ്ട് കേട്ടോ, സ്ക്രീൻ ഗാർഡിന്. അതാണ് ഇവിടെ ഒരു ഇതുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വിഷുവിൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ പരമാവധി കാണാൻ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.